ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിഷനിൽ നിന്നാണ്. സ്വന്തപ്പെട്ട പ്രിയപ്പെട്ടവരുടെ വേർപാടോ മരണമോ അല്ലെങ്കിൽ ജീവിതത്തിൽ ചില ഘട്ടങ്ങളിലുണ്ടാകുന്ന പരാജയങ്ങളോ നഷ്ടമോ, സ്നേഹിച്ചവരുടെ ചതിയോ വഞ്ചനയോ അവരിൽ നിന്നുള്ള മുറിവുകളോ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥകളെയോ അംഗീകാരം കിട്ടാത്ത സാഹചര്യങ്ങളോ അപ്രതീക്ഷിതമായ അടികളായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മുറിവുകളും വിശ്വസിച്ചവർ വഞ്ചിച്ചതും സ്വപ്നങ്ങൾ ചിതറിപ്പോയതിൻ്റെ ഫലിക്കാതെ പോയതിൻ്റെ അവസ്ഥകളെല്ലാം നമ്മളെ വിഷാദത്തിലേക്കും ദുഃഖത്തിലേക്കെല്ലാം തള്ളി വീഴ്ത്താം. അപ്പോൾ അജ്ഞാതമായ കാരണങ്ങളും ഇതിന് ചിലപ്പോൾ ഉണ്ടായേക്കാം. കാരണം പിടികിട്ടുന്നതോ അല്ലാത്തതോ അല്ലെങ്കിൽ പാരമ്പര്യ ഘടകങ്ങളോ എന്തും ആകട്ടെ. അപ്പോൾ ഇതിൻ്റെ ആ മുറിവുകൾ ഉണങ്ങണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവസ്നേഹത്താൽ നിറയപ്പെടുക എന്നുള്ളതാണ്. മറ്റുള്ളതെല്ലാം മാറി മറിഞ്ഞു പോകും. യെരമ്യാ പ്രവചനം 31:13 ഇതിനുള്ള വചനമാണ്. ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റി അവരെ ദുഃഖം മാറ്റി സന്തോഷിപ്പിക്കും, ആശ്വസിപ്പിക്കുകയും ചെയ്യും. ദൈവമേ, അങ്ങയുടെ സ്നേഹവും ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എൻ്റെ ദുഃഖം അകറ്റി എനിക്ക് ആഹ്ലാദവും ആശ്വാസവും സന്തോഷവും തരണമേ. എൻ്റെ മനസ്സിൻ്റെ മുറിവുകളും ശൂന്യതകളും ഉണക്കണമേ. എന്നെ വേദനിപ്പിച്ചവരെ, ഞാൻ മൂലം വേദനിച്ചവരെ അവിടുത്തെ തിരുരക്തം കൊണ്ട് കഴുകണമേ. ദൈവസ്നേഹം കൊണ്ട് നിറക്കണമേ. ക്ഷമിക്കാനുള്ള കൃപ നൽകണേ. എന്നോട് തന്നെയും മറ്റുള്ളവരോടും ക്ഷമിക്കാൻ പറ്റാത്ത മുറിവുകൾ ഈ യെരമ്യാ 31:13 വചനത്തിൻ്റെ അഭിഷേകത്താൽ ദൈവമേ, ആ വിലാപം, ആ ദുഃഖം ആഹ്ലാദമാക്കി മാറ്റി എൻ്റെ ദുഃഖം അകറ്റി എന്നെ സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണം. അങ്ങയിൽ എൻ്റെ ആശ്രയം എപ്പോഴും കണ്ടെത്താൻ ഉറപ്പിക്കാൻ എനിക്ക് കൃപ നൽകണമേ. ദൈവമേ നന്ദി. എന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ദൈവമേ സ്തുതി. എന്നെ വഴി നടത്തുന്ന ദൈവമേ നന്ദി. എന്നെക്കുറിച്ച് പദ്ധതിയുള്ള ദൈവമേ അങ്ങേക്ക് മഹത്വം. ഈ വചനം പറഞ്ഞ് ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും. നല്ല ആശ്വാസവും സമാധാനവും കിട്ടും.